ഞാൻ മറുപടി രണ്ടുപേരും ഇടപെടരുത്. അനൂപ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടുമില്ല. നോക്കൂ, ഇവിടെ ഞാൻ ചതി എന്നുള്ളൊരു പ്രയോഗം ഉപയോഗിച്ചതാണ് അനൂപിനെ ഇത്രയും ക്ഷുഭിതനാക്കിയത്. നോക്കൂ, കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട ഏറ്റവും വലിയ കൂറുമാറ്റം ഏതാണ്? ഞാൻ കണ്ടിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ കൂറുമാറ്റം BJP-യിലേക്ക് പോയ പത്മജ വേണുഗോപാലിന്റെ കൂറുമാറ്റമായിരുന്നു. അവര് BJP-യിൽ ചേർന്നപ്പം അവർ ഈ പറയുന്ന ചതി എന്നൊന്നുമല്ല കോൺഗ്രസ്സുകാർ ഉപയോഗിച്ചത്. അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് യൂത്ത് കോൺഗ്രസിൽ ഇല്ല. അന്ന് പൊളിറ്റിക്കൽ തന്ത, ബയോളജിക്കൽ തന്ത വലിയ ഡെഫിനേഷനുകൾ ഈ നാട്ടിൽ നടത്തി. നമ്മൾ കേട്ടതാ. ചെറ്റത്തരവെന്ന് പോലും അല്ല പറഞ്ഞത്, അതിനെക്കാട്ടിലൊക്കെ മേളിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സരിനെയും G സുധാകരനെയും തമ്മിൽ അനാലജി ഡ്രോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ. ഏത് ലെവലിലുള്ള ഒരു സ്കെയിലുള്ള ഒരു ലീഡറാണ് പോകുന്നതെന്നുള്ളതാണ്. സരിൻ ഇപ്പുറത്ത് വന്നു, സ്വീകരിച്ചു. നിങ്ങൾക്ക് അദ്ദേഹം ചതിയെന്ന് നിങ്ങൾ പറയാതിരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ചതിയെന്ന് തന്നെ അയാളെ വിളിക്കുന്നത്. എനിക്കതിനകത്ത് സംശയമില്ല. പക്ഷെ കുഴപ്പം ഇതിനകത്ത് എന്താണെന്നറിയോ? ഉമ്മൻചാണ്ടിയുടെ മകൻ നാളെ അപ്പുറത്ത് വരിക, അല്ലെങ്കിൽ മറ്റൊരാൾ അപ്പുറത്ത് വരികയാണെങ്കിൽ നിങ്ങൾ ഒരേ ഡെഫിനേഷൻ കൊടുക്കുവോ? കൊടുക്കില്ല. കാര്യം ആ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് മൊത്തം വളർന്ന് മൊത്തം നേടിയെടുത്ത ശേഷം അപ്പുറത്ത് പോകുന്ന ഒരാളെ, രമേശ് ചെന്നിത്തല അപ്പുറത്ത് പോവാ, VD സതീശൻ BJP പോവാ, നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറയാൻ പോകുന്ന അയാളെ ചതിയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. അന്ന് നിങ്ങൾ വിളിക്കാൻ പോകുന്നത് ചെറ്റത്തരം തന്നെയാണ്. ഞങ്ങൾ അതാ പറഞ്ഞേ, ചെറ്റത്തരം എന്നുള്ളൊരു വാക്ക് വലിയ വാക്കാക്കി. പക്ഷെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയെ കുറിച്ചും ഡിസ്റ്റിങ്ഷൻ നടത്തി. അയാൾക്കെതിരെ ഒരു അക്ഷരം അന്ന് KPCC പ്രസിഡന്റ് മിണ്ടാതെ അന്ന് അണ്ണാക്കി പിരിവെട്ടിരിക്കുകയായിരുന്നു. KPCC പ്രസിഡന്റിനെ മിണ്ടാൻ പറ്റിയില്ല. അവരാണ് ക്ലാസ് എടുക്കുന്നത്. നോക്കൂ, K സുധാകരൻ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെറ്റാന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെറ്റാന്ന് വിളിച്ചു. ഒരു കോൺഗ്രസ് നേതാവ്, മുതിർന്ന നേതാവിനും ആർക്കും തിരുത്തണ്ടായിരുന്നു. ഇപ്പൊ കായംകുളത്ത് ആരും അറിയാത്ത ഒരു നേതാവ് പറഞ്ഞപ്പോഴത്തേനും വലിയ നടപടി എടുക്കുന്നു. നിങ്ങൾ ആരും അയാൾ അറിയാത്തത് കൊണ്ടും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടും മാത്രം നിങ്ങൾ നിലപാടെടുത്താണ്. അതല്ലെങ്കിൽ സുധാകരന്റെ അന്നത്തെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നിങ്ങളുടെ യഥാർത്ഥ നിലപാട് അതാണെങ്കിൽ നിങ്ങൾ സുധാകരനെ അന്ന് തള്ളിക്കളയണ്ടേ? K സുധാകരനെ തള്ളിയാണ്ടല്ലോ നിങ്ങളെ കുനിച്ചീർത്തി അവർ ഇടിക്കും. അതാണ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.